സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, യാ ഉസ്മാൻ ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ഖമീസ് ധരിപ്പിക്കും ഉസ്മാൻ, നിനക്കൊരു ഖമീസ് അല്ലാഹു ധരിപ്പിക്കും ഉസ്മാൻ. ഫഇൻ അറാദൂക അലാ ഖലീ ഫലാ തഖ്ലഅ ലഹു. അത് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി, അത് ഊരുന്നതിന് വേണ്ടി പലരും വരും ഉസ്മാൻ, നീ അത് ഊരല്ലേ, നീ അത് ഊരിക്കൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിനക്ക് അല്ലാഹു ഒരു അധികാരം തരും, ആ അധികാരത്തെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ വരും, നീ ഒരിക്കലും ആ അധികാരം വിട്ടുകൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് തൂങ്ങിക്കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് അധികാരത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ അധികാരം ഒരിക്കലും തിരിച്ചു കൊടുക്കരുത്. ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്, ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്. നീ ക്ഷമിക്കണേ ഉസ്മാൻ, നീ ക്ഷമിക്കണേ ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ രഹസ്യം കേട്ടപ്പോ ഉസ്മാൻ തങ്ങൾ പൊട്ടിക്കരയുകയാ. സ്വഹാബത്തെ, അധികാര കസേരയിൽ ഇരിക്കാനുള്ള മോഹം കൊണ്ടല്ല, ആരൊക്കെ തട്ടിപ്പറിക്കാമെന്നാൽ ഈ അധികാരം വിട്ടുകൊടുക്കരുതെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, സ്വഹാബികൾ അവിടെ നിന്ന് പറയുന്നു, ഉസ്മാൻ തങ്ങളെ എങ്കിലും ഞങ്ങൾക്ക് അനുവാദം താ, ഇവന്മാരെ മുഴുവനും ഇവിടെ നിന്ന് തല്ലിയോടിക്കാ, അങ്ങയുടെ വീട് വളർന്നിരിക്കുന്ന ഈ ശത്രുക്കളെ മുഴുവനും ഞങ്ങളെ തകർക്കാൻ തങ്ങള് ഒന്നധികാരം തരുമോ, ഒന്നനുവാദം തരുമോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, യുദ്ധം ഹറാമായ നാടാ, ഇവിടെ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട. സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുകയാണ്. ഖലീഫ ഓർഡർ കൊടുക്കാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, വീട് മുഴുവനും വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ വീട് വളഞ്ഞു, ഭക്ഷണം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. ഉസ്മാൻ തങ്ങൾ നോമ്പാ